അസ്സലാമു അലൈക്കും. ഒരിക്കൽ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കഅബ് ബിൻ റളിയല്ലാഹു അൻഹുവിനോട് തഖ്വ എന്ന പദത്തിന്റെ അർത്ഥവും ആശയവും ഒന്ന് വിശദീകരിച്ച് തരാൻ അഭ്യർത്ഥിച്ചു. കഅബ് ബിൻ റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിച്ചു, മുള്ളുകൾ നിറഞ്ഞ പാതയിലൂടെ താങ്കൾ നടക്കാറുണ്ടോ? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, തീർച്ചയായുമുണ്ട്. കഅബ് ബിൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ആ പാതയിലൂടെ എങ്ങനെയാണ് താങ്കൾ നടക്കുന്നത്? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വളരെ സൂക്ഷിച്ച്, മുള്ളുകൾ കാലിലും ശരീരത്തിലും തറക്കാതെ, വസ്ത്രങ്ങൾ മുള്ളുകൾ കൊണ്ട് കീറാതെ വളരെ സൂക്ഷ്മതയോടെയാണ് നടക്കുന്നത്. അത് കേട്ടപ്പോൾ കഅബ് ബിൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത് തന്നെയാണ് തഖ്വ എന്ന പദത്തിന്റെ അർത്ഥം. നാം ജീവിക്കുന്ന സാഹചര്യങ്ങളും നാം കാണുന്നതും കേൾക്കുന്നതുമെല്ലാം ഒട്ടേറെ അധർമ്മങ്ങളിലേക്കും തിന്മകളിലേക്കും നമ്മെ കൊണ്ടെത്തിക്കും. നമ്മുടെ ചുറ്റുപാടുമുള്ള ഒട്ടനവധി ആളുകൾ ചെയ്യുന്ന തിന്മകളും അധർമ്മങ്ങളും കുറെ കഴിയുമ്പോൾ നമുക്ക് ശരിയെന്ന് തോന്നും. പഴയ തലമുറകളിൽപ്പെട്ടവർ സാധാരണ പറയാറുള്ളൊരു കാര്യമുണ്ട്. മുൻപ് കുടുംബസമേതം സിനിമകൾക്ക് പോകുമ്പോൾ ഇന്നത്തെ മാനദണ്ഡം അപേക്ഷിച്ച് ഒട്ടും തന്നെ ലൈംഗികത ഇല്ലാത്ത സീനുകൾ വരേണ്ട താമസം മാതാപിതാക്കൾ സന്താനങ്ങളോട് കണ്ണുകൾ പൊത്താൻ പറയും. എന്നാൽ ഇന്ന് മാതാപിതാക്കളും സന്താനങ്ങളും ഒരുമിച്ചിരുന്ന് ലൈംഗികത പ്രദർശിപ്പിക്കുന്ന സിനിമകൾ ലജ്ജയില്ലാതെ കാണുന്നു. കുറെ കാലഘട്ടങ്ങളിലൂടെ തിന്മയായി ജനങ്ങൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ നന്മയായി ആളുകൾ കണക്കാക്കുന്നതിന്റെ ഒരു ഉദാഹരണമാണിത്. അത് തന്നെയാണ് വസ്ത്രധാരണയുടെയും മറ്റു കാര്യങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കൈക്കൂലി നാട്ടാചാരമായി മാറുമ്പോൾ അത് ശരിയായ ആളുകൾ കണക്കാക്കുന്നു. ഇങ്ങനെയുള്ള ഒട്ടനവധി പ്രലോഭനങ്ങളെ തടഞ്ഞു നിർത്താനുള്ള പരിചയാണ് തഖ്വ. നരകശിക്ഷയിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുന്ന ഏറ്റവും ശക്തമായ ഭിത്തിയാണ് തഖ്വ. അള്ളാഹു തന്നെ സദാസമയവും നിരീക്ഷിക്കുന്നുണ്ടെന്ന വിശ്വാസമുള്ള, തന്റെ ഓരോ പ്രവൃത്തിക്കും പരലോകത്ത് താൻ ചോദ്യം ചെയ്യപ്പെടുമെന്ന് സദാ ഓർക്കുന്ന വ്യക്തി സൂക്ഷ്മതയോടെ ജീവിക്കും. അള്ളാഹു നമ്മോട് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്ന എല്ലാ പ്രവൃത്തികളും തഖ്വയുള്ളൊരു മനുഷ്യൻ ചെയ്യും. ചെയ്യാൻ പാടില്ല എന്ന് അള്ളാഹു വിലക്കിയ എല്ലാ കാര്യങ്ങളിൽ നിന്നും തഖ്വയുള്ള മനുഷ്യൻ വിട്ടുനിൽക്കും. റോഡ് ജംഗ്ഷനുകളിൽ സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. മറികടക്കരുതെന്ന റെഡ് ലൈറ്റ് തെളിഞ്ഞാൽ നമുക്ക് എത്ര തിരക്കുണ്ടെങ്കിലും നാം വണ്ടി നിർത്തും. കാരണം ചുവന്ന വിളക്ക് അവഗണിച്ച് മുന്നോട്ട് നീങ്ങിയാൽ അപകടം സംഭവിക്കുകയും നിയമം ലംഘിച്ചതിന് ശിക്ഷ ലഭിക്കുകയും ചെയ്യും. അതുപോലെ വാഹനങ്ങളുടെ വേഗത നിയന്ത്രിക്കുന്ന സ്പീഡ് ക്യാമറകളുടെ സമീപത്തെത്തുമ്പോൾ നാം വാഹനത്തിന്റെ വേഗത കുറയ്ക്കുന്നു. കാരണം വേഗതാ നിയന്ത്രണം ലംഘിച്ചാൽ ശിക്ഷ ലഭിക്കും. അതുപോലെ നമ്മുടെ ജീവിത സഞ്ചാരത്തിനിടയ്ക്ക് ഈമാനുള്ള ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ ഒരു തിന്മ ചെയ്യാൻ ഒരുമ്പെടുമ്പോൾ കത്തേണ്ട അപായ സൂചന നൽകുന്ന റെഡ് ലൈറ്റ്, ചുവന്ന വെളിച്ചമാണ് തഖ്വ. സൽപ്രവൃത്തി ചെയ്യാൻ നമ്മെ പ്രോത്സാഹിപ്പിക്കുന്ന ഗ്രീൻ ലൈറ്റ്, പച്ച വെളിച്ചമാണ് തഖ്വ. ഉറക്കത്തിനും മയക്കത്തിനും ക്ഷീണത്തിനും മറവിക്കുമെല്ലാം അധീതനായ അല്ലാഹു നിരന്തരം നമ്മെ നിരീക്ഷിക്കുന്നുവെന്ന് സദാ മനസ്സിലുണ്ടാകുന്ന ആ ചിന്ത സദാ മനസ്സിലുണ്ടാവുകയും ആ ചിന്തയോടെ സൂക്ഷ്മതയിൽ ജീവിക്കുന്ന വ്യക്തിയാണ് തഖ്വയുള്ള മനുഷ്യൻ. ഏകദേശം 200 പ്രാവശ്യം അല്ലാഹു ഖുർആനിൽ തഖ്വയെ സംബന്ധിച്ച് പരാമർശിക്കുന്നു. എന്നാൽ നോമ്പെടുക്കുന്നതിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിലെ അൽ-ബഖറയിൽ വളരെ കുറച്ച് വചനങ്ങളിൽ ഒതുങ്ങുന്നു. 130 കോടിയിലധികം വരുന്ന മുസ്ലിങ്ങളിൽ മഹാഭൂരിപക്ഷവും റമദാനിൽ വ്രതമനുഷ്ഠിക്കുന്നവരാണ്. എന്നാൽ ഇവരിൽ എത്രയാളുകൾ യഥാർത്ഥ തഖ്വയോടെ സൂക്ഷ്മതയോടെ ജീവിക്കുന്നു എന്ന് ചോദിച്ചാൽ എത്ര ശതമാനം വരും? വളരെ ചെറിയൊരു ശതമാനം. വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൽ നിന്നുള്ള വചനങ്ങളാണെന്നതിൻ്റെ ഒരുപാട് തെളിവുകളിലൊന്നാണ് വ്രതമനുഷ്ഠിക്കണമെന്ന് 2-3 പ്രാവശ്യം മാത്രം ഉണർത്തിയ ഖുർആൻ അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന മഹാപാപമായ ശിർക്കിനെയും ഒരു മനുഷ്യനെ നരകശിക്ഷയിൽ നിന്നും രക്ഷിക്കുന്ന തഖ്വ സൂക്ഷ്മതയെക്കുറിച്ചും ഒരുപാട് തവണ ഖുർആനിൽ ഉണർത്തിയിരിക്കുന്നത്. മനുഷ്യ സ്വഭാവത്തെക്കുറിച്ച് അറിയാവുന്ന പ്രപഞ്ചനാഥനായ അള്ളാഹുവിനറിയാം വ്രതാനുഷ്ഠാനത്തെ സംബന്ധിച്ച് ഒരു പ്രാവശ്യം ഉണർത്തിയാലും മനുഷ്യ സമൂഹം വ്രതമനുഷ്ഠിക്കുമെന്ന്. എന്നാൽ ആവർത്തിച്ചുള്ള ഉണർത്തലുകളിലൂടെ മാത്രമേ മനുഷ്യ സമൂഹത്തെ കുറെയെങ്കിലും ഏകനായ ദൈവത്തിൽ പങ്കുചേർക്കുന്നതിൽ നിന്നു തടയാനും തഖ്വയോടെ, അതായത് സൂക്ഷ്മതയോടെ ജീവിക്കുന്നതിന്റെ പ്രാധാന്യം ഗ്രഹിപ്പിക്കാനും സാധിക്കുകയുള്ളൂ. 2-3 പ്രാവശ്യമേ വ്രതാനുഷ്ഠാനത്തെ സംബന്ധിച്ച് ഖുർആൻ ഉണർത്തിയിട്ടുള്ളൂവെങ്കിലും നിർബന്ധ വ്രതാനുഷ്ഠാനം സൂക്ഷ്മതയിലൂടെ വിശ്വാസത്തിലേക്ക് മനുഷ്യനെ നയിക്കുന്ന പ്രധാന ആയുധമാണ്. അതാണ് 2-ാം അധ്യായത്തിലെ 183-ാം വചനത്തിൽ അല്ലാഹു ഉണർത്തിയത്. യാ അയ്യുഹല്ലദീന ആമനു കുത്തിബ അലൈക്കുമുസ് സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും. സത്യവിശ്വാസികളെ,
നിങ്ങളുടെ മുമ്പുള്ളവരുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങളുടെ മേലും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മത പാലിച്ചേക്കാം. വിശുദ്ധ ഖുർആൻ 3-ാം അധ്യായമായ ആലു ഇമ്രാനിലെ 102-ാം വചനത്തിൽ ഉണർത്തുന്നു, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിക്കുക. നിങ്ങൾ മുസ്ലിങ്ങളായി അല്ലാതെ മരിക്കാനിടയാകരുത്. അതിനാൽ തഖ്വയോടെ ജീവിച്ച് യഥാർത്ഥ മുസ്ലിമും വിശ്വാസിയുമായി മരിക്കാൻ ശ്രമിക്കുക. അസ്സലാമു അലൈക്കും.